ഇപ്പം അശ്വതി അമ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവിടുന്ന് കിട്ടിയ നോട്ടനുസരിച്ച് ഇവൾ ഉടമ്പടിയിൽ എനിക്കൊരു വിദേശ ജോലി വേണമെന്ന് എഴുതി വെച്ച്. അവൾക്കറിയത്തില്ലായിരുന്നു പോകാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. ആരെ സഹായിക്കും, ആരോട് പറയാം, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പക്ഷേ കൗണ്ടറിൽ നിന്ന് കിട്ടിയപ്പോൾ അവർക്കത് ദൈവം സംസാരിച്ച പോലെ തോന്നിയതുകൊണ്ട് അവർ എഴുതി വെച്ച് എനിക്ക് വിദേശത്ത് പോകണം എന്ന് എഴുതി വെച്ച് അവസാനം ഇവർ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു. അയാൾ ആ പൈസയും കൊണ്ട് പോയി. ഈ ഏജൻസി ക്ലോസ് ആയിപ്പോയി, അടച്ചു പൂട്ടി. അപ്പോൾ പിന്നെ അച്ഛനെ കാണേണ്ട ഒരു വിഷയം വന്നു. ഏജൻസി കാശും കൊണ്ട് പോയില്ല. പിന്നെ അതിന് ഉള്ള കാശും കൊണ്ട് ഏജൻസി പോയി. ആ ഏജൻസി അവരുടെ ഓഫീസും അടച്ച്. അപ്പം അത് നേരെ എതിരുകട വന്ന ആ വിഷയം. അപ്പോൾ പിന്നെ ഇങ്ങനെ പോണ പരിപാടികളെല്ലാം നിർത്തി. ഇനി പോവുകയും വരികയും ചെയ്യേണ്ട ആവശ്യമില്ല, നാട്ടിൽ നിന്ന് എന്തെങ്കിലും തേടി തിന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഈ പോയ കാശില്ലേ, ഏജൻസി അടിച്ചു മാറ്റിയ കാശ് ഏജൻസി മുങ്ങിയില്ലേ, ആ കാശ് വീണ്ടെടുക്കാൻ വേണ്ടി ഇവളെ അച്ഛനെ കാണാൻ വേണ്ടി വരും. ആൾക്കാർ വരും. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലല്ല, അങ്ങനെ എന്തുമാത്രം ആൾക്കാർ വരുന്നു. ചിലരോട് ഈശോ അപ്പം തന്നെ സംസാരിക്കും, ചിലരോട് എന്നിലൂടെ സംസാരിക്കത്തില്ല, പോകുന്ന വഴിക്ക് സംസാരിക്കും. അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും, പക്ഷേ എന്തെങ്കിലും നടന്നിരിക്കും ആ വിഷയത്തിൽ, ഒന്നും നടക്കാതില്ല. പിന്നെ ഉടമ്പടി എടുക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് വരുന്നവരും മറ്റുള്ളവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ചൊളിവിൽ അച്ഛനെ കാണാൻ വന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾ അതിനകത്ത് ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്. രോഗികളെ മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. രോഗികൾക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ രോഗികളല്ലാത്തവർ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് വരരുത്. ദാറ്റ്സ് നോൺസെൻസ്. രോഗികളെ കൊണ്ട് ഞാൻ കാണുന്നതിൻ്റെ കാര്യം അവർക്ക് എടുക്കാൻ ആവതില്ല, അതുകൊണ്ടാണ് പറ്റത്തില്ല. അപ്പോൾ അവർ വൈഫ് എടുത്താലും ഹസ്ബൻഡ് എടുത്താലും ഇപ്പം അമ്മയാണ് എടുത്തിരിക്കുന്നത് മകന് വേണ്ടി. മകൻ രോഗിയാണ്, കിടപ്പ് രോഗിയായിരിക്കണം കേട്ടോ, അല്ലാതെ കർത്താവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന രോഗമല്ല. ചിലർക്ക് കർത്താവിനെ കാണുമ്പോൾ രോഗം ഉണ്ടാവും. അവരിതുപോലെയുള്ള ആധ്യാത്മിക ജീവിതത്തിലേക്കൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ അച്ഛന് വേണ്ട തലയെ കൈപ്പിടിച്ചു പിടിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ ഉടമ്പടിയും കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആൾക്കാരെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഫ്രോഡ് ആൾക്കാരെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും അവൻ്റെ കാര്യം ക്ലോസ് ചെയ്യാൻ പറയും. അതെപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ കിടന്ന് അലറുകയൊന്നുമില്ല, പക്ഷെ സംഭവം ക്ലോസ് ആയിരിക്കും. കാര്യം ദൈവത്തെ അവനെ അംഗീകരിക്കണത് പോരായ്മയായിട്ട്, ദൈവത്തെ അമ്മയുടെ ആ ഒരു യോഗ്യതയിൽ ദൈവത്തെ ടെസ്റ്റ് അവൻ ചെയ്യണത്. അല്ലെങ്കിൽ അവന് വിശുദ്ധമായ സ്ഥലം, ജനലക്ഷങ്ങൾ രക്ഷപ്പെട്ട സ്ഥലമല്ലേ, അവിടെ വരുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ ദൈവം തന്നെ അവനോട് പറയും നീ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് വരാൻ പറയും. ചില ആൾക്കാർ ഈ അച്ഛന്മാരെയൊക്കെ കൊണ്ടുവന്ന് രാവിലെ എന്നെ കാണുന്നത് പറയുമ്പോൾ അച്ഛനല്ലേ എന്ന് ഓർത്തുകൊണ്ട് പ്രീസ്റ്റല്ലേ, അപ്പോൾ നമ്മളൊരു ബഹുമാനമൊക്കെ വേണമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അച്ഛനെ അകത്തോട്ട് വരാൻ അനുവദിക്കും. പക്ഷെ വന്നിട്ട് ഈ അച്ഛൻ പറഞ്ഞ എന്താ, ആരെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊന്ന് കാണണം, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഉടമ്പടി ഉള്ളത്, അവർക്ക് ഉടമ്പടിക്കാൻ കഴിയുകയില്ല. അപ്പം അച്ഛനെ കാണിച്ചിട്ട് ചൊളിവിൽ അനുഗ്രഹം അടിച്ചു മാറ്റാൻ പോയി. അങ്ങനെയൊക്കെ ഒരച്ഛന്മാരും വരരുത്, ആർക്ക് വേണ്ടിയും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യരുത്. ദൈവദൃഷ്ടിയിൽ ഉടമ്പടിക്കൊരു ദൈവികമായ ലക്ഷ്യമുണ്ട്. അല്ലാതെ ആ പ്രോസസ്സിങ് ചെയ്യാതെ അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്ന് നമ്മൾ ദൈവദൃശ്യനും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശ്വരനോട് പറഞ്ഞുകൊണ്ട് അച്ചിട്ട പോലെ ആൾക്കാർ ജീവിക്കണത്. അതുകൊണ്ട് ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടണത്. അത് കണ്ടുകൊണ്ട് പുറം വാതിലൂടെ അച്ഛന്മാരെയും വേറെ ആൾക്കാരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തു ഒന്നും ചെയ്യരുത്. അതുകൊണ്ട് പ്രയോജനമില്ല. ഞാനാണെങ്കിൽ അച്ഛനാണെന്ന് പറഞ്ഞാലും ആരാണെന്ന് പറഞ്ഞാലും ഞാൻ മുഖത്ത് നോക്കി അപ്പം തന്നെ കാര്യം പറയും. അത് പുറംവാതിലൂടെ വരുന്ന ആൾ അച്ഛൻ ശ്രദ്ധിക്കണം, അച്ഛനെ കരുവാക്കണവരെന്ന് പറയും.
കാര്യം അങ്ങനെ ഞാൻ ഒരു പേഴ്സണലായിട്ട് റിലേഷൻ ആരുമായിട്ടും കീപ്പ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് ആരുടെയെങ്കിലും കൂട്ട് നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. എന്താ കാര്യം, നമ്മളൊരു നിശ്ചിതമായ രീതിയിൽ സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും പണം ഇല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അതൊന്നും തടസ്സമല്ല. അതെല്ലാം ശുശ്രൂഷകളുടെ വഴികളിൽ പോലെ തന്നെ. അതുകൊണ്ടാണ് ആർക്കും പ്രൈവറ്റായിട്ട് ആരെയും ഇവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അകത്ത് വരരുതെന്നൊരു കാര്യം. കുറച്ച് ചെറുക്ക് കാശുണ്ടാവും, എന്നാൽ കുറച്ച് കാശ് കൊടുത്തിട്ട് അച്ഛനെ കണ്ടേക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. എൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നെയും കുർബാനപ്പണം പോലും ഇവിടെ ഒന്നും മേടിക്കണില്ല. ഇവിടുന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, ഇവിടുത്തില്ലല്ല. ഞാൻ തന്നെയും കുർബാനയ്ക്ക് പണം മേടിക്കണില്ല. എനിക്ക് നേരത്തെ ഉള്ള കുറച്ച് എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് വരുമാനം സൂക്ഷിച്ചിട്ടുണ്ട്. അത് വെച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇവിടുന്ന് 5 പൈസ മേടിക്കത്തില്ല കൃപാസനത്തിൽ നിന്ന്. നിങ്ങളങ്ങനെ ധരിക്കരുത്. ഞാനിവിടുത്തെ കൃപാസന ഫണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് ഉള്ള കാര്യം നിലപാടുകളാണ്. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. ആ നിലപാടിൽ നമുക്കെന്താ പ്രാധാന്യം? ക്രിസ്തുവിനെ ഗെറ്റ് ജീസസ് ആൻഡ് സേവ്ഡ്. റിസീവ് ജീസസ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നീ ക്രിസ്തുവിനെ സ്വീകരിക്കാനാണ് തയ്യാറായെങ്കിട്ടുണ്ടെങ്കിൽ നീ ആ കാര്യങ്ങളിൽ വളരാൻ നോക്കണം ഓരോ ദിവസവും. കർത്താവിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയണത് ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായില്ല? അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ നാദാനികളൊക്കെ സൈഡ് ലൈൻ ചെയ്തതിൻ്റെ കാരണം അതാണ്. അതിലൊരു കാര്യമാണ്, ഈ കാപഠ്യമില്ലാത്ത നല്ല മനുഷ്യനെ എന്തുകൊണ്ട് ശിഷ്യനാക്കിയില്ല? അയാൾ നല്ല മനുഷ്യനാണെന്നേ ഉള്ളൂ. കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ അത് ആ യോഗ്യത പോരാ. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകരുതെന്ന് പറയും. ഇപ്പം ലുക്കാൻ്റെ സുവിശേഷമില്ല, ലുക്കാൻ്റെ സുവിശേഷം എടുത്ത് 9:23 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 9:23. ലൂക്ക 9:23. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യതാണ്. ചടുത്തി പറ. സ്വയം വൃത്തിയാകും. പിന്നെ പറഞ്ഞോളൂ. അനുദിനം. ദാറ്റ് ഈസ് അതാ അനുദിനം. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വൺസ് ഇൻ ഫോർട്ട്നൈറ്റ് അല്ല, നടക്കത്തില്ല വർക്കൗട്ട്. ഇത് വളരെ സീരിയസാണ്. ഈ കുരിശെന്ന് പറഞ്ഞ സാധനം ഇന്നെടുത്ത് പിന്നെ അടുത്ത ആഴ്ച എടുക്കണമല്ല. ആ അനുദിനം എന്നുള്ള വാക്കാണ് പ്രശ്നം. ഇതിലൊന്നും ഈ നാദാനിയേൽ ഇതൊന്നും പറ്റത്തില്ല. അയാൾ സിംപ്ലിഫിക്കേഷൻ അലക്കി തേച്ച അയാൾ ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ ആദ്യം ഡെയിലി ക്രോസ് ഉണ്ടാകണം. ഡെയിലി ബ്രെഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ള സംഭവമാണ്. അന്നു വേണ്ട ആഹാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അന്നു വേണ്ട കുരിശ്. ഏതെങ്കിലും ഒരു നിമിഷം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചങ്കിനൊരു വേദന ഒരു ആധ്യാത്മിക മുദ്ര പോലെയാണ്. ഏതെങ്കിലും ഒരു ദിവസം അല്ല ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു മുഹൂർത്തം എന്തിനെങ്കിലും കുറിച്ച് ആരെങ്കിലും തന്ന വിഷയത്തിനെക്കുറിച്ച് ഒരു വേദന മനസ്സിൽ സൂക്ഷിച്ചിട്ട് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്യണം ക്രിസ്തുവിൻ്റെ നാമത്തിലെന്ന്. പിന്നെ നമ്മൾ റിലീവ്ഡായി. മനസ്സിലായില്ലേ? നമ്മളെ റിലീവ്ഡ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമാക്കുക. അല്ലെങ്കിൽ അത് തന്നെ തലയെ കൊണ്ട് നടന്ന് തലഭാരമേറ്റി നടക്കണമല്ല. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനകോടി നന്ദി സ്തുതി ആരാധനയെ സമർപ്പിക്കുന്നു.
അമ്മയുടെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെയും എൻ്റെ മകനെയും ഇവിടെ നിർത്താൻ അമ്മ അനുവദിച്ചതിനെ ഓർത്ത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി ജോസ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലുള്ള സെൻറ്റ് ജോൺസ് ചർച്ച് കുറ്റൂർ ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 2-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസക്കാലത്തേക്ക് എനിക്ക് ഒരു അനുഗ്രഹങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ കൂടുതൽ തീഷ്ണതയോടുകൂടി ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തീഷ്ണതയോടുകൂടി പ്രേക്ഷിത പ്രവർത്തനങ്ങളാണേലും കാരുണ്യപ്രവർത്തികളെല്ലാം പ്രാർത്ഥനയെല്ലാം ഞാൻ കൂടുതൽ തീഷ്ണമായി ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല, 90% കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാക്ഷികളായിട്ട് എൻ്റെ കൂട്ടത്തിൽ അനുഗ്രഹം കിട്ടിയവരെല്ലാവരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിനെ ഓർത്ത് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് സാക്ഷി ഇപ്പം എൻ്റെ മകൻ കൂട്ടത്തിലുള്ളതുകൊണ്ട് മകൻ്റെ നിയോഗം വെച്ചതാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ മകൻ സൗദിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ അവന് IELTS പഠിച്ച് കാനഡയ്ക്ക് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവന് 12 മണിക്കൂറാണ് അവിടെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം വേണം അവൻ ഓൺലൈനായിട്ട് IELTS പഠിക്കുന്നത്. അപ്പം ഇവൻ സാധാരണ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് എൻ്റെ മകന്. അവന് കൂടുതൽ ഇംഗ്ലീഷൊന്നും അത്ര കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല. പക്ഷേ ഇവൻ എപ്പോഴും എന്നോട് പറയും, അമ്മ എനിക്ക് പരീക്ഷ എഴുതിയാൽ പാസ്സാവുമോ? അപ്പം 30,000 രൂപയിൽ അടുത്തുണ്ട് അവിടെ സൗദിയിലെ ഫീസ് കൊടുക്കാൻ. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, ഞാൻ ഉടമ്പടിയിലാണ്, മാതാവ് എൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഭവനത്തിൽ നിൻ്റെ കൂട്ടത്തിലും ഉണ്ട്, അപ്പോൾ നീ പേടിക്കേ വേണ്ട, നീ പഠിച്ചോ, പരീക്ഷ പാസ്സാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് എടുത്തു കഴിഞ്ഞ് അന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞു. വീഡിയോ കോൾ വിളിച്ചു. മാതാവിൻ്റെ തൈലം ഇവൻ്റെ നെറ്റിയേലും ഇവൻ്റെ വായലും ചെവിയേലും ഞാൻ കുരിശ് വരച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, മോനെ നീ പൊയ്ക്കോ, നീ പേടിക്കണ്ട, പരീക്ഷ പാസ്സാവുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ചാൻസ് തന്നെ എൻ്റെ മകൻ പരീക്ഷ പാസ്സായി. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പിന്നെ അതിനുശേഷം ഇവന് വിസ പ്രോസസ്സിങ്ങിന് വേണ്ട പേപ്പർ വർക്കുകൾ നടക്കുകയായിരുന്നു. ഏജൻസിക്ക് നല്ലൊരു തുക കൊടുക്കണമായിരുന്നു. വർക്ക് വിസയ്ക്കാണ് അപേക്ഷ കൊടുത്തിരുന്നത്. അപ്പോൾ പിന്നെ ഇവൻ അപേക്ഷ കൊടുത്തതിന് ശേഷമാണ്, ഈ പൈസ അടച്ചതിന് ശേഷമാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത്. അപ്പം ഇവിടെയുള്ളവർക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, അവിടുന്ന് ഇപ്പോൾ ആർക്കും അങ്ങോട്ട് കാനഡയ്ക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല. പക്ഷേ ഞങ്ങൾ 2 വർഷത്തേക്ക് ഇവൻ്റെ വിസയുടെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്കുകളെല്ലാം മുടങ്ങിക്കിടക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഈ ഒരു കാര്യം കൂടി മാതാവ് എനിക്ക് സാധിച്ചു തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവൻ നാട്ടിൽ വന്നതിന് ശേഷം ഇവൻ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പം ഇവനോട് ഞാൻ പല പ്രാവശ്യം പറയും, മോനെ നീ അവിടെ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഇവൻ ഉടമ്പടി എടുത്തില്ല. ഇവൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഇവന് വിസ ആദ്യമേ റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഓൺലൈൻ ഉടമ്പടി എടുത്താൽ ഇവനിവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതും വിസ റിജക്ഷൻ വന്നു. അപ്പോൾ ഇവൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ 11-ാം തീയതി ഇവൻ്റെ വർക്ക് പെർമിറ്റ് നമുക്ക് അപ്രൂവലായിട്ട് കിട്ടി. അതിനുശേഷം ഇവന് പിന്നെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 ദിവസങ്ങൾക്ക് ശേഷം അയച്ചു. ഇന്നലെ ഇവൻ്റെ പാസ്പോർട്ടിൽ ഇവൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. ഞങ്ങളത് അയക്കുമ്പോൾ മാതാവിൻ്റെ തൈലം ഇവൻ്റെ പാസ്പോർട്ടേലും ഇവൻ്റെ ആ പാസ്പോർട്ട് ഞങ്ങൾ ഇട്ട് കവറിനകത്താക്കി മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും അതിനകത്തൊരു കുരിശ് വരച്ചിട്ടാണ് ഞങ്ങൾ അയച്ചു കൊടുത്തത്. അപ്പോൾ ഇന്നലെ ഇവൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. അത് രാവിലെ കിട്ടി. ഞങ്ങൾ വൈകുന്നേരം കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ വൈകുന്നേരം അവിടെ നിന്ന് പോന്നു. പിന്നെ ഇന്ന് അവന് ടിക്കറ്റും റെഡി ആയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ 21-ാം തീയതി എൻ്റെ മകൻ കാനഡയ്ക്ക് പോവുകയാണ്. ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞാൻ അക്രൈസ്തവ മേഖലയിലാണ് കൂടുതൽ ഞാൻ കൊടുക്കുന്നത്. പത്രം കൊടുക്കുന്നതിന് മുമ്പായി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ പത്രത്തേലും മാതാവിൻ്റെ തൈലം കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഈ പത്രം കിട്ടുന്ന ഒരാൾ പോലും അമ്മയുടെ അനുഗ്രഹം കിട്ടാതെ പോകരുത്. അമ്മ എല്ലാവരുടെ മേലും അമ്മ കരുണയായിരിക്കണം. അവർക്ക് വേണ്ടി അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മധ്യസ്ഥ അപേക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡുകളിലും ഞാൻ ഒരു വെയിലത്ത് നടന്ന് കിലോമീറ്ററുകളോളം നടന്ന് ഓരോ വീടുകളിലും ആശുപത്രികളിലും എല്ലാം ഞാൻ നടന്ന് കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ, ഞാൻ
പഠിക്കാൻ ഫീസ് കൊടുക്കാൻ മാർഗ്ഗമില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് ഞാൻ ഫീസ് കൊടുക്കും. അതുപോലെ അനാഥാലയങ്ങളിൽ ഞാൻ പോയി അവരുടെ റൂമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ച് അവരെ കുളിപ്പിക്കണമെങ്കിൽ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും. പിന്നീട് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ ഓരോ വിശേഷ ദിവസങ്ങളിലൊക്കെ ഞാൻ അതിനുള്ള പൈസ അവർക്ക് കൊടുക്കും. പിന്നീട് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഞാൻ വാങ്ങി കൊടുക്കും. ഞാൻ 2, 3, 4 അനാഥാലയങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി സന്ദർശിക്കും. അവർക്ക് ഞാൻ അതിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കും, ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും. പിന്നെ അതുപോലെ തീരെ നിർധനരായ കുടുംബത്തിൽ അവർക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ ആ ബുദ്ധിമുട്ടുള്ള ആ ഭവനങ്ങൾക്ക് ഞങ്ങൾ ആരും അറിയാതെ അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ അതുപോലെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കുന്ന കുടുംബത്തിനൊക്കെ ഞങ്ങൾ ടൈലും അതിനുള്ള വീടിന് ആവശ്യമുള്ള സാധനങ്ങളും ഒക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയിലും സായാഹ്ന പ്രാർത്ഥനയിലും എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗങ്ങൾ എഴുതുമ്പോൾ എൻ്റെ 2-3 കാര്യങ്ങൾ മാത്രമേ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എഴുതുള്ളൂ. ബാക്കി പുറത്തുള്ളവർ എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗങ്ങൾ എഴുതിയത്. അവർക്ക് നിയോഗങ്ങൾ എഴുതി ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റെൻസി ജോൺസൺ. വൈക്കം ഫൊറോന ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ 7/2/2023 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നതിൻ്റെ പ്രധാന കാര്യം 14 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു മെയിൻ ഇവിടെ വരാനുള്ള പ്രധാന കാര്യം. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നത്. എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ എടുക്കണോ എടുക്കണ്ടയോ എന്നുള്ള ഒരു ഇതിൽ നിന്നിട്ട് പെട്ടെന്ന് ഞാൻ എടുത്തതാണ്. അവളുടെ കൂടെ കൂട്ടിന് വന്നതാണ് സത്യം പറഞ്ഞാൽ ഞാൻ. പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാനിതെടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് നൽകിയത്. 14 വർഷത്തോളം ഞാൻ കാത്തിരുന്നെന്ന് പറഞ്ഞില്ലേ. പക്ഷേ എൻ്റെ 3ാമത്തെ പുതുക്കലിന് അത് കഴിഞ്ഞതിന് ശേഷം മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ച് തന്നു. അതിനു മുമ്പ് ഞാനിവിടെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചിരുന്നു. അന്ന് അച്ഛൻ ഇവിടെ എന്നോട് പറഞ്ഞു, അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അത് പ്രകാരമാണ് ഞാനിവിടെ കുഞ്ഞുമായിട്ട് വന്നത്. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം നമുക്കിത് ആദ്യം ഉടമ്പടി എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അത് അഹങ്കാരമാവാം, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തുവാ, ഇതൊക്കെ നമ്മളിൽ നിന്ന് അങ്ങ് പോകുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മ എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറേ അങ്ങ് മാറും. പിന്നെ ഈ എന്താ പറയുക, നമുക്ക് ഈ പത്രമായിട്ടൊക്കെ നമുക്ക് പോകുന്ന അങ്ങനെയൊന്നും ഒരു മടി ഉണ്ടാവില്ല. നമ്മൾ വീടുകൾ കയറി ഇറങ്ങും, ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും, നമുക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. പിന്നെ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് എനിക്കൊരു സ്ഥലത്ത് പോയി ഒരുപാട് നേരം ഒരു കറക്റ്റ് 1 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ടൈമാകുമ്പോൾ എനിക്ക് ഫുഡ് കിട്ടണം. കാരണം ആഹാരത്തോടുള്ള ആർത്തി കൊണ്ടല്ല, എനിക്ക് ആ സമയത്ത് കിട്ടിയില്ലേ കുറച്ച് കഴിയുമ്പോൾ ഒരു തലവേദന അങ്ങ് തുടങ്ങും സൈഡിൽ നിന്ന്. ഇതങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു ദിവസം ഇത് കിടത്തും. കാരണം ഛർദിലാകും, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെ കാണാൻ മേല, ഇരുട്ടത്തായിരിക്കും പിന്നെ ഞാൻ. കാരണം അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ആരോടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അവസ്ഥയിലൂടെ പോയവർക്കേ അത് മനസ്സിലാവുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവ് ആദ്യമേ മാറ്റിത്തന്നത് ആ ഒരു കാര്യമാണ്. അത് അത്ര കൊണ്ട് ഞാൻ വിഷമിച്ചിരുന്നൊരു കാര്യമാണ്. എവിടെയെങ്കിലും ഒരു മരണ വീട്ടിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാണ്. ദൈവമേ, കറക്റ്റ് ടൈമിന് എനിക്ക് ഫുഡ് കിട്ടത്തില്ലല്ലോ, അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സമയമാകുമ്പോൾ മുതൽ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങും. കാരണം ഈ തലവേദന പേടിച്ചിട്ട്. പക്ഷെ എനിക്ക് ആദ്യമേ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു. പിന്നെ ഒരുപാട് നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, പ്രാർത്ഥിക്കാൻ, ബൈബിൾ വായിക്കാൻ, ഒരുപാട് അനുഗ്രഹങ്ങൾ. പിന്നെ ഇപ്പം ഭർത്താവിൻ്റെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെ വന്നു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് കയ്യിൽ ഒന്നിച്ച ഉടമ്പടി തൈലം, അതൊരു വിശ്വാസമാണ്. കാരണം നമ്മുടെ കയ്യിൽ ഉടമ്പടി തൈലം, ഉപ്പ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ
നമുക്കൊരു ധൈര്യമാണ്. ആ സമയത്ത് ഉടനെ തന്നെ ഈ ഉടമ്പടി തൈലം മേത്തൊക്കെ പുരട്ടി. പക്ഷേ അവിടെ ചെന്ന സമയം വരെ ഒരു പ്രശ്നവും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. മാതാവ് അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു. അങ്ങനെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നൽകി. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാരണം ഇത്രയും പെട്ടെന്ന് നമുക്ക് ഞാൻ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ പോയിട്ടുള്ളതാണ്. ഒരാഴ്ച അങ്ങനെ ധ്യാനമൊക്കെ കൂടിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ പറയട്ടെ, എടുക്കുന്ന സമയത്ത് പോലും എനിക്ക് ഈ ഉറപ്പില്ലായിരുന്ന മാതാവ് എനിക്ക് എത്ര പെട്ടെന്നാണ് ഒരു അനുഗ്രഹം തന്നത്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ്. കാരണം മാതാവ് ഉണ്ടല്ലോ, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും മാതാവിനെ വിളിച്ചാൽ നമ്മുടെ കൂടെ മാതാവ് ഉണ്ടാവുമല്ലോ. സത്യം പറഞ്ഞാൽ ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, മാതാവ് നമ്മുടെ കൂടെ അങ്ങ് പോരും. അത് ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാതാവ് നമ്മുടെ കൂടെ അങ്ങ് വരുവാണ്. സഞ്ചാരി മാതാവ് എന്ന് പറയാൻ സത്യമാണ്. സഞ്ചരിച്ച് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് സഞ്ചാരി മാതാവ്. പിന്നെ നമ്മൾ ഏതൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും എങ്ങനെയൊക്കെ വന്നാലും മാതാവിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ തീർച്ചയായും സാധിക്കും എന്നുള്ളതാണ് എനിക്കിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓരോ നിമിഷവും മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഓരോ സെക്കൻഡ് മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈശോയും മാതാവും ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. ഇനി അങ്ങോട്ട് ഉള്ള ജീവിതം മുഴുവനും ശരിക്കും പറഞ്ഞാൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുവാണ്. കാരണം 14 വർഷമെന്ന് പറഞ്ഞാൽ ചെറിയൊരു വർഷമൊന്നും അല്ലല്ലോ. അത്രത്തോളം വേദനകളും അറിയാമല്ലോ, ആ അവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് അറിയാൻ പറ്റും. അത്രത്തോളം വിഷമിച്ച് പോയ വർഷങ്ങളാണ്. പക്ഷെ മാതാവ് എത്ര പെട്ടെന്ന് എന്നെ അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും. ഇനിയും കൃപാസന മാതാവിൻ്റെ അടുക്കൽ ഞാൻ വരും, പ്രാർത്ഥിക്കും. ജീവിതകാലം മുഴുവനും ആ മാതാവിൻ്റെ നടയിൽ ജീവിച്ച് തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് നന്ദി. ഈശോയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. അമ്മ മാതാവിനും ഈശോയ്ക്കും തിരുകുമാരനും കോടാനുകോടാനും സ്തോത്രം നന്ദി അർപ്പിക്കുന്നു. ഞാനിവിടെ സാക്ഷിയായിട്ട് നിൽക്കുന്നത് എനിക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടിയാണ്. എനിക്ക് ദൈവം ചെയ്തു തന്ന പുണ്യപ്രവൃത്തികൾ എൻ്റെ വലിയവനായ പരിശുദ്ധ അമ്മ വഴി ചെയ്തു തന്ന നന്മയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചേച്ചിയിൽ കൂടെയായിരുന്നു. 2023 ജൂൺ 14-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇത് 2ാമത്തെ സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് മൂക്കിൽ കൂടെ ദശ വളർന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. 22 വർഷമായി ആശുപത്രിയിൽ കാണിച്ച് മൂക്കിൽ തുള്ളി മരുന്നൊഴിക്കും, അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മേരെ ഉടമ്പടി തൈലവും തേനും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് അത് ഓപ്പറേഷൻ ചെയ്യാതെ ദൈവം വിടുതൽ തന്നു. അമ്മ മാതാവിന് ഈശോയ്ക്കും നന്ദി. എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു 7 വർഷം കൊണ്ട്. ഭയങ്കരമായ വയറുവേദന, ബ്ലീഡിങ്. 1 മാസത്തിൽ 3 പ്രാവശ്യം ഞാനിവിടെ വന്നിരുന്ന് കരയുമായിരുന്നു. ഇവിടെ വന്നപ്പോഴും എനിക്ക് അത് ഉണ്ടായിരുന്നു 7 വർഷം കൊണ്ട്. വലിയവനായ ദൈവം ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് ആശുപത്രി കയറി ഇറങ്ങാൻ വയ്യ. എന്തെന്ന് പറഞ്ഞാൽ ഈ വയ്യാത്ത മോനെയും കൊണ്ട് ഞങ്ങൾ പോകണം. ആശുപത്രിയിൽ ഇരിക്കാൻ ആളില്ല. അപ്പോൾ വളരെ വേദനിച്ച് അതിനുള്ള എൻ്റെ അമ്മ വരുത്തരുതേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മേരെ വിശ്വാസ പ്രമാണം പറഞ്ഞ് അമ്മേരെ ഉടമ്പടി തൈലം അടിവയറ്റിൽ തൊട്ട് ഇട്ട് ഇപ്പോൾ 1.5 വർഷം കൊണ്ട് എനിക്കത് ആ കുഴപ്പമേ ഇല്ല. 1.5 വർഷം കൊണ്ട് എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാകോടി സ്തോത്രവും നന്ദി. എൻ്റെ ഇളയ മകനെ ഒരു മൂത്രം ഒഴിക്കണേൻ്റെ 2 സൈഡിലുള്ള അറിയാൻ ആൺമക്കൾക്കുള്ള മക്കൾക്ക് എല്ലാവർക്കും അറിയാം. 2 സൈഡിലുള്ള അരി വയറ്റിൽ കയറി ഇരുന്ന് അത് ഒരു സ്റ്റെപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എന്നാലും വളരെ ഏറെ അവന് മൂത്രം തനിയെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. എത്ര തന്നെ തുണി മാറ്റിക്കൊണ്ടിരിക്കും. ഞാൻ വളരെ വേദനിച്ചു. ഇവിടെ വന്ന് ആ ഉടമ്പടി എടുത്തതിന് ശേഷം പുതുക്കി അടുത്ത് പോയപ്പോൾ ഈ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം പറഞ്ഞ് പുരട്ടി അത് പൂർണ്ണമായും
എൻ്റെ അമ്മ മാറ്റിക്കൊടുത്തു. ആ മൂത്രത്തിൻ്റെ പ്രയാസം ഇപ്പം ഒട്ടുമേ ഇല്ല. ഏത് തുണി ഒരു തുണി മുഴുക്കനിട്ടിരുന്നാലും ആ മൂത്രത്തിൻ്റെ സ്മെല്ലില്ല, അല്ലെങ്കിൽ ഭയങ്കരമായ സ്മെല്ല്. ഞാനൊരു വീട്ടു ജോലിക്കാണ് ഞാൻ പോണത്. അവിടെ നിന്ന് പെയ്യിട്ട് വരുമ്പോൾ ഈ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് വളരെ വേദന ഉണ്ടാവും. അമ്മ ഇത് പൂർണ്ണമായി ഒന്ന് മാറ്റിത്താ എന്ന് ഞാൻ CSIയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. വലിയവനായ ദൈവം എനിക്ക് ചെറുതും വലുതുമായി ചെയ്തു തരണ നന്മയെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. പത്രങ്ങൾ ഞാൻ എൻ്റെ മോനും നടന്നു കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തന ഞാനും എൻ്റെ മോനും പത്രം കൊടുക്കും. അവന് നല്ല ഇഷ്ടമുണ്ട് പത്രം നടന്നുകൊണ്ട് കൊടുക്കാൻ. പത്രം കൊടുക്കും. പിന്നെ ഞാൻ രോഗികളെ സന്ദർശിക്കണമെന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ കാല് മുറിച്ചിട്ടുണ്ട്, ഒരു കാലിൻ്റെ 5 വിരൽ മുറിച്ചിട്ടുണ്ട്. ഒരു മോള് മാനസികമായിട്ടുള്ള പ്രയാസം. ആ വീട്ടിൽ ചെന്ന് ഞാൻ അവരെ എന്നും കുളിപ്പിക്കുകയും അവരെ ഡ്രസ്സുകൾ കഴുകുകയും അവിടെ ആ റൂം ക്ലീൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെ മൂത്ത മകനെ ദശ വളർന്ന് കട്ട രക്തം മൂക്കിൽ നിന്ന് വരുമായിരുന്നു. ജലദോഷം ഒരിക്കലും മാറൂല. 5 വർഷം കൊണ്ട് അത് പൂർണ്ണമായും അമ്മേരെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞ് ആ തൈലം ഇട്ട് പുരട്ടിയതിന് ശേഷം ആ മൂക്കിലുള്ള അതും മാറി എൻ്റെ മൂത്ത മകന്. പിന്നെ ഒരു ബിസിനസ്സിന് വേണ്ടി ഐഡിയയുടെ ഒരു കമ്പനി തുടങ്ങാൻ കരുതി 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. കയ്യിൽ 3 ദിവസം ഉണ്ടായിരുന്നു. ആ 3 ദിവസത്തിൻ്റെ അകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾ, ഞാൻ അമ്മേരെ ഉടമ്പടി ഉപ്പ് മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. പ്രതീക്ഷിക്കാതെ അതെനിക്ക് ലഭിച്ചു. അത് ആ കമ്പനി അവന് തുടങ്ങാൻ സാധിച്ചു. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്നത് പൊതിച്ചോറ് കൊടുക്കുകയും ധനസഹായങ്ങൾ എന്നെക്കൊണ്ട് പാവപ്പെട്ടവർക്ക് ചെയ്യുകയും എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ സഹായിക്കും. പ്രാർത്ഥന എനിക്ക് ജപമാല പറയാൻ അറിഞ്ഞുകൂടെയായിരുന്നു. ഞാനൊരു മാമീരയിൽ കൊടുത്ത്, അവർ കത്തോലിക്ക പള്ളിയിൽ പോകണോണ്ട് ഞാൻ മാമീര എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മാമി എനിക്ക് 1 ജപമാല പറഞ്ഞു തരുമോയെന്ന് കേട്ട്. അതിനെന്തെന്ന് കേട്ട് അവർ ഓരോ ഇതെടുത്തിട്ട് ഈ ജപമാല എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഞാനിതിപ്പം 5 പ്രാവശ്യം ഞാൻ എൻ്റെ ഓരോ രോഗികൾക്കും ഈ ഇവിടെയും എല്ലാവർക്കും വേണ്ടി 5 പ്രാവശ്യം ഞാൻ ജപമാല പറയും. പിന്നെ പ്രാർത്ഥിക്കും. പ്രത്യക്ഷണ പ്രാർത്ഥന പറഞ്ഞ് തന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്.